ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചാ മേശയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. ഫെബ്രുവരി 6-ന് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നടക്കാനിരിക്കുന്ന ഈ കൂടിക്കാഴ്ച പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ നിർണായക വഴിത്തിരിവായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ സൈനിക ഇടപെടലിന്റെ സാധ്യത വീണ്ടും ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചർച്ചകൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നത് പ്രദേശത്തിന്റെ ഭാവി സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമായി മാറുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തന്നെ പ്രഖ്യാപിച്ച പ്രകാരം ഒമാനിൽ നടക്കുന്ന ചർച്ചകൾക്കായി ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒമാൻ പോലുള്ള ഒരു രാജ്യത്തിന്റെ മധ്യസ്ഥത ഇറാനിന് അനുകൂലമാണ്. കാരണം ഒമാൻ ഇതുവരെ പല പ്രതിസന്ധികളിലും നിഷ്പക്ഷ മധ്യസ്ഥന്റെ വേഷം കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുള്ള രാജ്യമാണ്. അമേരിക്കയെയും ഇറാനെയും ഒരേ സമയം വിശ്വാസത്തിൽ നിർത്താൻ കഴിവുള്ള കുറച്ച് രാജ്യങ്ങളിലൊന്നായി ഒമാൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസ്കറ്റിൽ നടക്കുന്ന കൂടിക്കാഴ്ച വെറും ഒരു നയതന്ത്ര കൂടിയാലോചനയല്ല, മറിച്ചൊരു വലിയ സംഘർഷത്തെ തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. ഇറാൻ ഈ ചർച്ചകളിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഒരു കാര്യമാണ്. ചർച്ചകൾ ആണവ വിഷയത്തിൽ മാത്രം പരിമിതപ്പെടുത്തണം. ഇറാന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അവരുടെ ആണവ പദ്ധതി രാജ്യത്തിന്റെ സുരക്ഷയുടെയും സ്വയം പര്യാപ്തതയുടെയും ഭാഗമാണെന്നും അത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതാണെന്നും ഇറാൻ വാദിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ സമീപനം വ്യത്യസ്തമാണ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കമുള്ള അമേരിക്കൻ നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഇറാന്റെ ആണവ പദ്ധതിയോടൊപ്പം ബാലിസ്റ്റിക്സ് മിസൈൽ വികസനം, പശ്ചിമേഷ്യയിലെ വിവിധ സായുധ സംഘങ്ങളോടുള്ള ബന്ധം, ആഭ്യന്തര മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്നിവയും ചർച്ചകൾ ഉൾപ്പെടുത്തണമെന്നതാണ്. ഇതിലൂടെ വ്യക്തമായി കാണുന്നത് അമേരിക്ക ഈ ചർച്ചയെ ആണവ കരാർ എന്ന പരിധിയിൽ മാത്രം ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഇറാനെ കൂടുതൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കാനുള്ള അവസരമായി ഉപയോഗിക്കുകയാണെന്നാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മസ്കറ്റിൽ നടക്കുന്ന ചർച്ചകൾ ഒരു സൈനിക ഇടപെടൽ ഒഴിവാക്കാനുള്ള അവസാന വഴിയാകാം. എന്നാൽ ചർച്ച വിജയിക്കണമെങ്കിൽ അമേരിക്കയും ഇറാനും പരസ്പരം യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കേണ്ടതുണ്ട്. ഇറാനെ പൂർണ്ണമായി കീഴ്പ്പെടുത്താനോ പ്രതിരോധ ശേഷി ഉപേക്ഷിക്കാനോ ശ്രമിച്ചാൽ അത് ഒരിക്കലും വിജയിക്കില്ല. അതേസമയം ഇറാനും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആശങ്കകൾ പൂർണ്ണമായി അവഗണിക്കാതെ വിശ്വാസം സൃഷ്ടിക്കുന്ന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. യുദ്ധം ഒഴിവാക്കാനും പശ്ചിമേഷ്യയിൽ സ്ഥിരത കൊണ്ടുവരാനും ഒരേ ഒരു മാർഗം നയതന്ത്രമാണ്. ചുരുക്കത്തിൽ ഇറാൻ ഒരു സാധാരണ രാജ്യമായി മാത്രം കാണാനാവില്ല. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന ശക്തിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ഇറാനെ ഭീഷണിയായി മാത്രം ചിത്രീകരിക്കുന്നത് പ്രദേശത്തെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത സമീപനമാണ്. സമാധാനത്തിനുള്ള വഴിയാകേണ്ടത് ഭീഷണിയും യുദ്ധവുമല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചകളാണ്. മസ്കറ്റിലെ കൂടിക്കാഴ്ച വിജയിച്ചാൽ അത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്ന ഒരു വലിയ മുന്നേറ്റമാകും. പരാജയപ്പെട്ടാൽ ലോകം വീണ്ടും ഒരു പുതിയ യുദ്ധത്തിന്റെ വാതിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.